സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ പല ജില്ലകളിലും സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്നിട്ട് 8 നിലയിൽ പൊട്ടിയിട്ട് ഇപ്പോൾ 10ാമത്തെ പ്രാവശ്യം വീണ്ടും 11ാമത്തെ പ്രാവശ്യം വീണ്ടും നിന്നിരിക്കുന്നു. അത് ഏത് സ്ഥാനാർത്ഥിയാണെന്ന് പറ്റുവാണെങ്കിൽ കമൻറ്റിൽ പറയുക. പിന്നെ ഞാൻ ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്, ഒരു സ്ഥാനാർത്ഥിക്ക് എന്തിന് ഇത്രമാത്രം ചാൻസ് കൊടുക്കുന്നത് അല്ലേ? ജനങ്ങൾക്ക് വേണ്ട, ജനങ്ങൾ ചവറ പോലെ എറിഞ്ഞ ഒരു വ്യക്തിയെ വീണ്ടും വീണ്ടും ഈ പാർട്ടിക്കാർ എന്തിനു നിർത്തുന്നത് കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നു, വോട്ടിന് പൈസ കൊടുക്കുന്നു, മറ്റുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഞാൻ ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. രാഷ്ട്രീയത്തിൽ ഒരാൾ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടും വീണ്ടും അവസരം ലഭിക്കുന്നതിന് പിന്നിൽ പലപ്പോഴും ജയപരാജയങ്ങൾക്കപ്പുറമുള്ള ചില തന്ത്രപരമായ കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. അവ പ്രധാനമായും താഴെ പറയുന്നവയാകാം. 1. പാർട്ടിയിലെ സ്വാധീനം, ലോയൽറ്റി ആൻഡ് ഇൻഫ്ലുവൻസ്. പലപ്പോഴും സ്ഥാനാർത്ഥി എന്നത് കേവലം ഒരു വ്യക്തി മാത്രമല്ല, പാർട്ടിക്കുള്ളിലെ വലിയൊരു വിഭാഗത്തിന്റെ പ്രതിനിധിയായിരിക്കും. ദീർഘകാലമായി പാർട്ടിയോട് കാണിക്കുന്ന കൂറ്, പാർട്ടിക്ക് നൽകുന്ന സാമ്പത്തിക പിന്തുണ, അല്ലെങ്കിൽ പാർട്ടി ഘടനയിലുള്ള സ്വാധീനം എന്നിവ കാരണം പരാജയപ്പെട്ടാലും അവർക്ക് സീറ്റ് ലഭിക്കുന്നു. 2. വോട്ട് വിഹിതം നിലനിർത്താൻ. ചില മണ്ഡലങ്ങളിൽ ജയിക്കില്ലെന്ന് ഉറപ്പാണെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിവുള്ളവരെ പാർട്ടി നിയോഗിക്കാറുണ്ട്. തോറ്റാലും വലിയൊരു ശതമാനം വോട്ട് പിടിക്കാൻ കഴിയുന്നവർ പാർട്ടിയുടെ മൊത്തത്തിലുള്ള വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. 3. മറ്റ് നേതാക്കളെ തടയാൻ. പാർട്ടിക്കുള്ളിലെ തന്നെ മറ്റ് ഗ്രൂപ്പ് വൈരങ്ങൾ കാരണം അർഹരായ പുതിയ ആളുകൾ വരാതിരിക്കാൻ പഴയ മുഖങ്ങളെ തന്നെ വീണ്ടും പരീക്ഷിക്കുന്ന രീതി ചിലപ്പോൾ കാണാറുണ്ട്. ഒരു പ്രബലനായ നേതാവിന് സീറ്റ് നൽകാതിരിക്കാൻ സീനിയോറിറ്റി എന്ന മാനദണ്ഡം ഉപയോഗിച്ച് തോൽക്കുന്നവരെ തന്നെ വീണ്ടും നിർത്താറുണ്ട്. 4. സ്ഥാനാർത്ഥിയുടെ സാമ്പത്തിക ശേഷി. തെരഞ്ഞെടുപ്പ് എന്നത് വലിയ ചിലവുള്ള ഒന്നാണ്. സ്വന്തം നിലയിൽ തിരഞ്ഞെടുപ്പ് ചിലവുകൾ വഹിക്കാൻ ശേഷിയുള്ളവർക്ക് അവർ എത്ര തവണ തോറ്റവരാണെങ്കിലും പാർട്ടികൾ മുൻഗണന നൽകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ അഴിമതിയിലേക്കും കോഴയിലേക്കും നയിക്കുന്ന ഒരു പ്രവണതയാണ്. 5. സെലിബ്രിറ്റി പദവിയും ചർച്ചകളും. തുടർച്ചയായി മത്സരിക്കുന്നവർക്ക് ഒരു പ്രത്യേക മാധ്യമ ശ്രദ്ധ ലഭിക്കാറുണ്ട്. ജയിച്ചില്ലെങ്കിലും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടിയുടെ പ്രചാരണത്തിന് സഹായിക്കുമെന്ന് ചില നേതാക്കൾ വിശ്വസിക്കുന്നു. ജനാധിപത്യത്തിലെ വൈരുദ്ധ്യം. ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരാൾ വീണ്ടും മത്സരിക്കുന്നത് ജനാധിപത്യത്തിലെ ഒരു പോരായ്മ തന്നെയാണ്. എന്നാൽ വോട്ടർമാർ എന്ന നിലയിൽ അർഹരായവരെ മാത്രം തിരഞ്ഞെടുക്കാനും ഇത്തരം പ്രവണതകളെ ചോദ്യം ചെയ്യാനുമുള്ള അധികാരം ജനങ്ങളുടെ കയ്യിലാണ്. ശരിയായ മാറ്റം വരണമെങ്കിൽ വോട്ടർമാർ ഇത്തരം സ്ഥിരം സ്ഥാനാർത്ഥികളെക്കാൾ പ്രവർത്തന മികവുള്ള പുതിയ മുഖങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. 11ാമത്തെ പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ അവർ ഉളുപ്പുണ്ടെങ്കിൽ നിൽക്കരുത് എന്നുള്ളതല്ലേ? എന്താണ് ജെമിനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരാൾ 10 തവണ തോറ്റിട്ടും 11ാമതും ജനവിധി തേടാൻ ഇറങ്ങുന്നുവെങ്കിൽ അവിടെ രാഷ്ട്രീയ ധാർമ്മികതയേക്കാൾ കൂടുതൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് എന്ന് വ്യക്തമാണ്. വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് ഇതാണ്: ജനവിധി മാനിക്കപ്പെടണം. ജനാധിപത്യത്തിൽ ജനങ്ങൾ തുടർച്ചയായി ഒരാളെ തിരസ്കരിക്കുന്നുവെങ്കിൽ ജനങ്ങൾക്ക് എന്നെ ആവശ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് വഴിമാറി കൊടുക്കുകയാണ് മാന്യത. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് പുതിയ ആളുകൾ വരാൻ അവസരം നൽകുകയാണ് വേണ്ടത്. രാഷ്ട്രീയത്തിലെ കടുംപിടുത്തം. പലപ്പോഴും രാഷ്ട്രീയത്തെ ഒരു സേവനമായി കാണുന്നതിന് പകരം അധികാരത്തോടുള്ള ആർത്തിയായി കാണുന്നത് കൊണ്ടാണ് ഇത്തരം സ്ഥിരം സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നത്. ഉളുപ്പ് എന്നതിനേക്കാൾ തങ്ങളുടെ സാന്നിധ്യം രാഷ്ട്രീയത്തിൽ നിലനിർത്താനുള്ള ഒരു വാശിയാണിത്. പാർട്ടികളുടെ ഉത്തരവാദിത്തം. തോൽക്കുമെന്ന് ഉറപ്പുള്ള ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരാളെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്ന പാർട്ടികളും ഇതിന് ഉത്തരവാദികളാണ്. മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വികാരത്തെ അവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. വോട്ടർമാരുടെ അധികാരം. 11ാം തവണയും നിൽക്കുന്ന സ്ഥാനാർത്ഥിയോട് വോട്ടർമാർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി വോട്ടിലൂടെ തന്നെ അവരെ മാറ്റുക എന്നതാണ്. ജനങ്ങൾ ഇത്തരം പ്രവണതകളെ കർശനമായി നേരിട്ടാൽ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾ പുതിയ മുഖങ്ങളെ കൊണ്ടുവരാൻ നിർബന്ധിതരാവുകയുള്ളൂ. ചുരുക്കത്തിൽ രാഷ്ട്രീയത്തിൽ തോൽവി എന്നത് ഒരു തിരിച്ചറിവാകണം. ആ തിരിച്ചറിവില്ലാതെ വീണ്ടും വീണ്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിലൂടെ പറയുക. അത് ഏത് സ്ഥാനാർത്ഥിയാണെന്നുള്ളത് പേരും മെൻഷൻ ചെയ്യുക.